ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിക്കോ ചോറിനോ ദോശയ്ക്കോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കോമ്പിനേഷൻ ആക്കാൻ പറ്റുന്ന വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന സോയ ചങ്ക്സും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് പൊടിയുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ സോയ ഒന്നിട്ട് കൊടുക്കാം. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തേക്ക് തന്നെ ഈ സോയ ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ ചെയ്യുന്നത് എനിക്ക് സോയ കുറച്ച് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് തിളച്ച വെള്ളത്തിലേക്ക് ഈ സോയ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഇതിലിട്ടതിന് ശേഷം മാത്രമേ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാറുള്ളൂ. തിളച്ച വെള്ളത്തിൽ 1 മിനിറ്റ് ഇട്ടതിന് ശേഷം ഞാൻ സോയ ആ തിളച്ച വെള്ളത്തിൽ നിന്നും കോരി മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കുറച്ചുകൂടെ വെജിറ്റേറിയൻസിന് താല്പര്യമുള്ള ഫുഡും കൂടെ നമുക്കിനി ആഡ് ചെയ്യാമല്ലോ. ഇനി നമുക്ക് ഇങ്ങനെ കോരി മാറ്റിയിട്ടുള്ള സോയ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിലെ വെള്ളം മൊത്തം പിഴിഞ്ഞ് കളയണം. സോയയിൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറും. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചധികം സമയം ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, കുറച്ചധികം വെള്ളം ഉണ്ടായിരിക്കും. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഒരുപാട് നേരം ചൂടാറാൻ വയ്ക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിലത്തെ വെള്ളമൊക്കെ വേഗം തന്നെ അങ്ങനെ പിഴിഞ്ഞ് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ വെള്ളമെല്ലാം നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ എടുത്തിരിക്കുന്നത് വലിയ സോയ ചങ്ക്സ് അല്ല, ചെറുതാണ്. അപ്പോൾ ഇനി ഈ കറി തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1.5 സവാള, ഒരു വലുതും ഒരു കുഞ്ഞു സവാളയുടെ പകുതിയും, 2 തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പച്ചമുളക്, 2 ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോയ ചങ്ക്സ് ചെറുതാണെന്നുണ്ടെങ്കിലും ഞാനത് നടുപൊളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, മുഴുവനായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇനി നമുക്ക് ഈ കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം ഗ്യാസിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നടുകീറിയിട്ടുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കളറ് മാറി കിട്ടുമൊന്നും വേണ്ട. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചച്ചോവ ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചച്ചോവ ഒന്ന് മാറിക്കഴിയുന്ന സമയത്ത് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള മൊത്തമായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ സവാളയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളർ ഇതാ ചെറുതായിട്ടൊന്ന് മാറി വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ തക്കാളിയും സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും സവാളയൊക്കെ വഴറ്റിയെടുക്കുന്ന പോലെ തന്നെ തക്കാളിയും സവാളയും വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി. അത് നമ്മൾ കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. അപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള 1-2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അതിനായിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ തൊട്ട് ചെയ്യാനായിട്ട്. പൊടിയുടെ പച്ചമണമൊക്കെ മാറി കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് ഇതിൽ കിടന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ സോയ ചങ്ക്സ് ചെറുതായതുകൊണ്ടും ഞാനത് നടു പൊളിച്ചിടുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ചെറുതാക്കിയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞിട്ടേക്കുന്നത്. കുറച്ച് വലിയ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണമൊക്കെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതാക്കി അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് മൊത്തം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കിടന്ന് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വരണം. നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഉരുളക്കിഴങ്ങ് ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ടിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം.
അപ്പോൾ ദാ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ കറിക്ക് ചാറ് വേണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചാറൊക്കെ നന്നായിട്ട് വറ്റിപ്പോയിട്ടുണ്ട്. ഈ സമയത്താണ് ഞാനിതിലേക്ക് നമ്മുടെ സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടെയൊക്കെ ചാറ് ഈ കറിക്ക് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വറ്റുന്നേക്കാൾ മുമ്പേ നമുക്ക് ഈ സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് ഓൾറെഡി നന്നായിട്ട് വെന്ത് കിട്ടിയതാണ്. ഈ സോയയും ഈ മസാലയൊക്കെ കൂടെ ഒന്ന് പിടിച്ചെടുക്കാനുള്ള സമയം മതി. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ സോയമേ ഇതെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടും. ആ സമയത്ത് നമുക്ക് ഉപ്പോ എന്തെങ്കിലും കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സോയ ചങ്ക്സിൻ്റെ കറി ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഗരം മസാലയാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഗരം മസാല ഈ കറിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും സോയ ചങ്ക്സും കൂടിയിട്ടുള്ള കറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്കൊരു നോൺ വെജ് കഴിക്കാത്ത ഗസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വെജിറ്റേറിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ നോൺ വെജ് കഴിക്കുന്ന സമയത്ത് അവർക്ക് ഇതുപോലൊരു കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ചോറും ചപ്പാത്തിയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. ഈ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടായിരിക്കും ഇതിൽ ഉരുളക്കിഴങ്ങും സോയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ സോയ നന്നായിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് ഗ്രേവി ഒരുപാടില്ലെങ്കിലും നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ.